നവോത്ഥാന ആശയങ്ങളിൽ ആത്മപരിശോധന അനിവാര്യമെന്ന് പ്രൊഫസർ MP മത്തായി. കണ്ണൂരിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വിയോഗത്തിൽ നീതി തേടുന്ന കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക സംഘം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച നിറച്ചാർത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളീയ സമൂഹം അവകാശപ്പെടുന്ന നവോത്ഥാനാശയങ്ങളുടെ കാലികാവസ്ഥ സംബന്ധിച്ച് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് പ്രൊഫസർ MP മത്തായി പറഞ്ഞു. തെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വിയോഗത്തിൽ നീതി തേടുന്ന കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക സംഘം സംഘടിപ്പിച്ച നിറവെറിക്കെതിരെ നിറച്ചാർത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ശ്രീ എൽദോ സംസാരിച്ചപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണിത് എന്ന് പറഞ്ഞു. ഞാൻ വളരെ സ്നേഹപൂർവ്വം എൽദോയോട് വിയോജിക്കുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതിനെ പറ്റി പറഞ്ഞു. അതിനുമുമ്പ് സഹപാഠികളാൽ വിചാരണ ചെയ്യപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി, തിരുവനന്തപുരം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു കുട്ടി പൂക്കോട് പഠിച്ചിരുന്നതാണ്. ആ കുട്ടിയുടെ അന്ത്യത്തെ പറ്റി നമുക്കറിയാം. ഞാൻ ആ വീട്ടിൽ പോയതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നൂറുകണക്കിന് സംഭവങ്ങളെ നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് വിളിച്ച് വെള്ളപൂശാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഈ കേരളം പ്രബുദ്ധമാണെന്ന് പറയുന്നത് ഒരു വലിയ തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നോട് യോജിക്കുന്നതിന് തെറ്റൊന്നും. ഇതൊരു കപട പുരോഗമന സ്വഭാവമാണ്. അതിൻ്റെ ഒരു മുഖം മൂടി അണിഞ്ഞ ആളുകളാണ് നമ്മൾ പറയും. വർണ്ണവെറി എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു രൂപഭേദമാണ്. നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ നമ്മൾ ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ഇവിടെ നവോത്ഥാനമുണ്ടായി. നവോത്ഥാന അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി പറയും. മൂവാറ്റുപുഴ അയ്യങ്കാളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ഛായാചിത്രത്തിൽ നിറം ചാർത്തിയും പുഷ്പാർച്ചന നടത്തിയും നിതിൻ രാജിന്റെ കുടുംബത്തോട് പ്രമുഖർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുൻ MLA എൽദോ എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ബാബു പോൾ, TM ഹാരിസ്, പായ് പ്രകൃഷ്ണൻ, ഡോക്ടർ പോൾ P കല്ലിങ്കൽ, ഡോക്ടർ PA ഷാജഹാൻ, ഡോക്ടർ സിജു A പൗലോസ്, ഡോക്ടർ വിവേക് ഏലിയാസ്, TA സജി, സംക്രമണം ഗോപി, ഫെസി മോട്ടി, സിബിൽ സാബു, MJ ഷാജി, KA സനീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.